നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൗ മെനി ലോബ്സ് ഡസ് ദി റൈറ്റ് ലങ് ഹാവ്? റൈറ്റ് സൈഡിലുള്ള ലങ്സിന് എത്ര ലോബുകളാണ് ഉള്ളത്? ഓപ്ഷൻ എ 1, ഓപ്ഷൻ ബി 2, ഓപ്ഷൻ സി 3, ഓപ്ഷൻ ഡി 4. ഏതായിരിക്കും കറക്റ്റ് ആൻസർ? The correct answer is option C 3. റൈറ്റ് ലങ്സിന് 3 ലോബുകളാണുള്ളത്. സുപ്പീരിയർ, മിഡിൽ ആൻഡ് ഇൻഫീരിയർ ലോബ്സ്. ലെഫ്റ്റ് ലങ്സിന് എത്ര ലോബുകളാണുള്ളത്? ലെഫ്റ്റ് ലങ്സിന് 2 ലോബുകളാണുള്ളത്. നമ്മുടെ ഹാർട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ലങ്സിന് അത്രയും പോർഷൻ പോയിട്ടുണ്ട്. ഓക്കെ, അതുകൊണ്ടാണ് ലെഫ്റ്റ് സൈഡിൽ 2 ലോബുകളും റൈറ്റ് സൈഡിൽ 3 ലോബുകളും ഉള്ളത്. 14th question, what is the name of the double layered membrane that surrounds each lungs? ലങ്സിനെ പൊതിഞ്ഞിരിക്കുന്ന ഡബിൾ ലെയേർഡ് മെംബ്രെയിൻ ഏതാണ്? ഓപ്ഷൻ എ പെരിക്കാർഡിയം, ഓപ്ഷൻ ബി പെരിറ്റോണിയം, ഓപ്ഷൻ സി പ്ലൂറ, ഓപ്ഷൻ ഡി പെരികോൺഡ്രിയം. The answer is ഓപ്ഷൻ സി പ്ലൂറ. ലങ്സിന് ചുറ്റുമുള്ള ഡബിൾ ലെയേർഡ് സിറസ് മെംബ്രെയിൻ ആണ് പ്ലൂറ എന്ന് പറയുന്നത്. ഈ പ്ലൂറ റെസ്പിറേഷന്റെ സമയത്ത് ലങ്സിനെ മൂവ് ചെയ്യിപ്പിക്കുവാനും ലൂബ്രിക്കേഷൻ കൊടുക്കുവാനും സഹായിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ലങ് ഈസ് ടൈപ്പിക്കലി സ്മോളർ ഇൻ സൈസ് ആൻഡ് വൈ? ഓപ്ഷൻ എ റൈറ്റ് ലങ് ഡ്യൂ ടു ദ ലിവേഴ്സ് പൊസിഷൻ, ഓപ്ഷൻ ബി ലെഫ്റ്റ് ലങ് ഡ്യൂ ടു ദ ഹാർട്ട്സ് പൊസിഷൻ, ഓപ്ഷൻ സി റൈറ്റ് ലങ് ഡ്യൂ ടു സ്റ്റൊമക്സ് പൊസിഷൻ, ഓപ്ഷൻ ഡി ലെഫ്റ്റ് ലങ് ഡ്യൂ ടു ദ സ്പ്ലീൻസ് പൊസിഷൻ. ഇത് നമ്മൾ ഇച്ചിരി മുന്നേ ഡിസ്കസ് ചെയ്തതാണ്. എന്തായിരിക്കും കാരണം? The answer is ഓപ്ഷൻ ബി ലെഫ്റ്റ് ലങ് ഡ്യൂ ടു ദ ഹാർട്ട് പൊസിഷൻ. അപ്പൊ അതിന്റെ എക്സ്പ്ലനേഷൻ എന്താണെന്ന് അറിയാലോ? എന്തായിരുന്നു? ഹാർട്ട് ലെഫ്റ്റ് സൈഡിലേക്ക് ചെറുതായിട്ടൊന്ന് ചെരിഞ്ഞിരിക്കുന്നത് കൊണ്ട് തന്നെ ലെഫ്റ്റ് സൈഡിലുള്ള ലങ്സിന് വലിപ്പം കുറവായിരിക്കും. 16th question, what is the primary muscle involved in the process of inhalation? ഇൻഹലേഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്തിരിക്കുന്ന പ്രൈമറി മസിൽ ഏതാണ്? ഓപ്ഷൻ എ ഇന്റർകോസ്റ്റൽ മസിൽ, ഓപ്ഷൻ ബി ഡയഫ്രം, ഓപ്ഷൻ സി അബ്ഡോമിനൽ മസിൽ, ഓപ്ഷൻ ഡി പെക്ടോറൽ മസിൽ. ഈ ക്വസ്റ്റ്യനും നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തതാണ്. അതേ സെയിം ക്വസ്റ്റ്യൻ വേറൊരു പാറ്റേണിൽ ചോദിച്ചിരിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ ആൻസർ എന്താണ്? ദ ആൻസർ ഈസ് ഓപ്ഷൻ ബി ഡയഫ്രം. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. വാട്ട് ഈസ് ദ പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ദി ലങ്സ്? ലങ്സിന്റെ പ്രൈമറി ഫംഗ്ഷൻ എന്താണ്? നമുക്ക് ഓപ്ഷൻസ് ഇല്ലാതെ തന്നെ അറിയാം അല്ലേ എന്താണ് പ്രൈമറി ഫംഗ്ഷൻ ഓഫ് ലങ്സ് എന്ന് പറയുന്നത്. ഓക്കെ, എനിവേ ഓപ്ഷൻ പറയാം. ഓപ്ഷൻ എ പമ്പിംഗ് ബ്ലഡ്, ഓപ്ഷൻ ബി പ്രൊഡ്യൂസിംഗ് റെഡ് ബ്ലഡ് സെൽസ്, ഓപ്ഷൻ സി ഗ്യാസ് എക്സ്ചേഞ്ച്, ഓപ്ഷൻ ഡി ഡൈജസ്റ്റിംഗ് ഫുഡ്. ഓക്കെ, അപ്പൊ എല്ലാവർക്കും അറിയാം എന്താണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ സി ഗ്യാസ് എക്സ്ചേഞ്ച്. ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും ഗ്യാസ് എക്സ്ചേഞ്ച് നടക്കുന്നത് ലങ്സിൽ വെച്ചിട്ടാണ്. ലങ്സ് ആണ് അതിന് ഹെൽപ്പ് ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് പാർട്ട് ഓഫ് ദി റെസ്പിറേറ്ററി സിസ്റ്റം പ്രിവെന്റ്സ് ഫുഡ് ഫ്രം എൻറ്ററിംഗ് ദി ലങ്സ്? ലങ്സിലേക്ക് ഫുഡ് പാർട്ടിക്കിൾസ് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ ഏത് പാർട്ടാണ് സഹായിക്കുന്നത്? ഓപ്ഷൻ എ എപ്പിഗ്ലോട്ടിസ്, ഓപ്ഷൻ ബി ലാരിങ്സ്, ഓപ്ഷൻ സി ട്രക്കിയ, ഓപ്ഷൻ ഡി ഫാരിങ്സ്. എന്തായിരിക്കും ആൻസർ? ഓപ്ഷൻ എ എപ്പിഗ്ലോട്ടിസ്. എപ്പിഗ്ലോട്ടിസ് എന്ന് പറയുന്നത് ഒരു ഫ്ലാപ്പ് ടിഷ്യൂ ആണ്. ഇത് ട്രക്കിയനെ കവർ ചെയ്തിട്ടാണ് ഇരിക്കുന്നത്. ഡ്യൂറിങ് സ്വാളോയിങ്ങിന്റെ സമയത്ത് ഫുഡ് ലങ്സിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് പ്രിവെന്റ് ചെയ്യുന്നതാണ് എപ്പിഗ്ലോട്ടിസ്. ഫുഡ് കഴിക്കുന്ന സമയത്ത് ഫുഡ് ട്രക്കിയയിലേക്ക് എൻ്റർ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എപ്പിഗ്ലോട്ടിസ് എന്ത് ചെയ്യുന്നു? ഇത് മുകളിലേക്ക് പൊസിഷൻ ചെയ്തിട്ട് ഈ ട്രക്കിയനെ കവർ ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രക്കിയ ഡിവൈഡ്സ് ഇൻടു 2 ബ്രാഞ്ചസ് കോൾഡ്. ട്രക്കിയ ഡിവൈഡ് ചെയ്ത് 2 ബ്രാഞ്ചസ് ആയി തിരിയുന്നതിനെ എന്താണ് പറയുന്നത്? ആ ബ്രാഞ്ചസിന് പറയുന്ന പേരെന്താണ്? ഓപ്ഷൻ എ ആൽവിയോളൈ, ഓപ്ഷൻ ബി ബ്രോങ്കി, ഓപ്ഷൻ സി പ്ലൂറ, ഓപ്ഷൻ ഡി ഡയഫ്രം. ഇത് നമ്മുടെ കഴിഞ്ഞ ക്ലാസ്സസിലൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു. അപ്പോൾ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ബ്രോങ്കി. ട്രക്കിയ അല്ലെങ്കിൽ വിൻ പൈപ്പ് എന്ന് പറയുന്നത് 2 ബ്രാഞ്ചസ് ആയിട്ട് തിരിഞ്ഞ് റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലുമുള്ള ലങ്സിലേക്ക് പോകുന്നു. ഈ ബ്രോങ്കീസ്
വീണ്ടും ഡിവൈഡ് ചെയ്ത് ബ്രോങ്കിയോൾസും ഫൈനലി ആൽവിയോളയായിട്ട് ഫോം ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദ നെയിം ഓഫ് ദി സ്മോൾ എയർ സാക്ക് ഇൻ ദ ലങ്സ് വെയർ ഓക്സിജൻ ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് എക്സ്ചേഞ്ച് ഒക്കർ? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എക്സ്ചേഞ്ച് നടക്കുന്ന ആ സ്മോൾ എയർ സാക്കിന് പറയുന്ന പേരെന്താണ്? ഇത് നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് ആൻസർ? The answer is option C, alveoli. Next question, what structure separates the chest cavity from the abdominal cavity? ചെസ്റ്റ് ക്യാവിറ്റിയെയും അബ്ഡോമിനൽ ക്യാവിറ്റിയെയും സെപ്പറേറ്റ് ചെയ്യുന്ന സ്ട്രക്ചർ ഏതാണ്? ഓപ്ഷൻ എ റിബ് കേജ്, ഓപ്ഷൻ ബി പ്ലൂറ, ഓപ്ഷൻ സി ഡയഫ്രം, ഓപ്ഷൻ ഡി ഇന്റർകോസ്റ്റൽ മസിൽസ്. ഇത് നമുക്ക് ഓപ്ഷൻ ഇല്ലാതെ പറയാൻ സാധിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ്? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തതാണ്, ഈ ക്വസ്റ്റ്യനകത്ത് തന്നെ ഡിസ്കസ് ചെയ്തതാണ്. എന്താണ് ആൻസർ? ഓപ്ഷൻ സി ഡയഫ്രം. അടുത്തത് 22ാമത്തെ ക്വസ്റ്റ്യൻ, ഹൗ ഡസ് ഓക്സിജൻ ട്രാവൽസ് ഇൻ ദ ബ്ലഡ് ആഫ്റ്റർ ബീയിങ് അബ്സോർബ്ഡ് ബൈ ലങ്സ്? ലങ്സ് ഓക്സിജനെ അബ്സോർബ് ചെയ്തതിന് ശേഷം ഓക്സിജൻ ബ്ലഡിൽ കൂടി എങ്ങനെയാണ് ട്രാവൽ ചെയ്യുന്നത്? ഓപ്ഷൻ എ ബൗണ്ട് ടു ഹീമോഗ്ലോബിൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ്, ഓപ്ഷൻ ബി ഡിസോൾവ്ഡ് ഇൻ പ്ലാസ്മ, ഓപ്ഷൻ സി കൺവേർട്ടഡ് ഇൻ ടു കാർബൺ ഡൈ ഓക്സൈഡ്, ഓപ്ഷൻ ഡി സ്റ്റോർഡ് ഇൻ ദി ലങ്സ്. എന്തായിരിക്കും ആൻസർ വരിക? ദ ആൻസർ ഈസ് ഓപ്ഷൻ എ ബൗണ്ട് ടു ഹീമോഗ്ലോബിൻ ഇൻ റെഡ് ബ്ലഡ് സെൽസ്. ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്തിട്ട് റെഡ് ബ്ലഡ് സെൽസിൽ കൂടി തന്നെ എന്ത് ചെയ്യുന്നു? ത്രൂ ഔട്ട് ദി ബോഡി ട്രാൻസ്പോർട്ട് ചെയ്യുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് ഇൻ ദ ലങ്സ് ഒക്കർ ത്രൂ വിച്ച് പ്രോസസ്? ഓക്സിജന്റെയും കാർബൺ ഡൈ ഓക്സൈഡിന്റെയും എക്സ്ചേഞ്ച് ലങ്സിൽ വെച്ച് നടക്കുന്നത് ഏത് പ്രോസസ്സിൽ കൂടിയാണ്? ഓപ്ഷൻ എ ആക്റ്റീവ് ട്രാൻസ്പോർട്ട്, ഓപ്ഷൻ ബി ഓസ്മോസിസ്, ഓപ്ഷൻ സി ഡിഫ്യൂഷൻ, ഓപ്ഷൻ ഡി ഫിൽട്രേഷൻ. എന്തായിരിക്കും? ദ ആൻസർ ഈസ് ഓപ്ഷൻ സി ഡിഫ്യൂഷൻ. നമ്മൾ കുറേ തവണ ഈ ഡിഫ്യൂഷന്റെ കാര്യം പറയുന്നുണ്ടല്ലേ. ഡിഫ്യൂഷൻ എന്ന് പറയുന്നത് ഹയർ കോൺസെൻട്രേഷൻ ഏരിയയിൽ നിന്നും ലോവർ കോൺസെൻട്രേഷൻ ഏരിയയിലേക്ക് ഗ്യാസസിനെ മൂവ് ചെയ്യുന്ന ആ ഒരു പ്രോസസ്സാണ് ഡിഫ്യൂഷൻ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ട്രക്കിയ ഈസ് ഓൾസോ നോൺ ആസ്? ട്രക്കിയയുടെ മറ്റൊരു പേരെന്താണ്? ഓപ്ഷൻ എ വിൻ പൈപ്പ്, ഓപ്ഷൻ ബി വോയിസ് ബോക്സ്, ഓപ്ഷൻ സി ഫുഡ് പൈപ്പ്, ഓപ്ഷൻ ഡി എയർ സാക്ക്. എന്താണ് ആൻസർ? ഓപ്ഷൻ എ വിൻ പൈപ്പ്. ട്രക്കിയയുടെ മറ്റൊരു പേരാണ് വിൻ പൈപ്പ് എന്ന് പറയുന്നത്. ഇതൊരു ട്യൂബ് ലൈക്ക് സ്ട്രക്ചർ ആണ്. ഇത് എയറിനെ ത്രോട്ടിൽ നിന്നും ലങ്സിലേക്ക് ക്യാരി ചെയ്യാൻ സഹായിക്കുന്നു. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഹാപ്പൻസ് ഡ്യൂറിങ് എക്സ്പിരേഷൻ ഓർ എക്സലേഷൻ? നിശ്വാസത്തിന്റെ സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? ദ ഡയഫ്രം കൺട്രാക്ട്സ്, ഓപ്ഷൻ ബി ദ ചെസ്റ്റ് ക്യാവിറ്റി എക്സ്പാൻഡ്സ്, ഓപ്ഷൻ സി ദ ഡയഫ്രം റിലാക്സസ്, ഓപ്ഷൻ ഡി ദ ലങ്സ് വിത്ത് എയർ. The correct answer is the diaphragm relaxes. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. എക്സലേഷന്റെ സമയത്ത് ഡയഫ്രം റിലാക്സ് ചെയ്യുകയും ഡയഫ്രം മുകളിലേക്ക് മൂവ് ചെയ്യുകയും അതിന്റെ ഫലമായിട്ട് ലങ്സിലെ വോളിയം കുറയുകയും അതുമൂലം എയർ ഫോഴ്സിലി എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. അപ്പോൾ നമ്മൾ ടോട്ടൽ 25 ക്വസ്റ്റ്യൻസ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പം ഓരോ ക്വസ്റ്റ്യൻസും ഇടയ്ക്കിടയ്ക്കൊന്ന് എടുത്ത് നോക്കുക. റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ഒന്ന് കേൾക്കുമ്പോൾ നമുക്കത് മനസ്സിൽ പതിയും, അറിയാതെ തന്നെ നമ്മുടെ മനസ്സിൽ പതിയും. ഈ ഒരു സെഗ്മെന്റ് നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണും വരെ ബൈ ബൈ.